Hi friends, LINI'S FOOD CORNER ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷേ വളരെ ടേസ്റ്റി ആണ്. നമ്മുടെ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള അതിൻ്റെ മസാല ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി സവാള നമുക്ക് ഒന്ന് കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമുക്കൊരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ പേസ്റ്റാക്കി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ശരിക്കും മസാല പുരട്ടിയെടുക്കാൻ പാകത്തിനൊരു വലിയ പാത്രത്തിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ വന്നില്ല. 1 സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും 1 സ്പൂൺ വെള്ളം കൂടി ചേർത്താണ് ഞാനിത് അടിച്ചത്. അപ്പം ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ വേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ ചിക്കനിൽ ശരിക്കും ആ വേപ്പിലയൊക്കെ മൊരിഞ്ഞിരുന്ന നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ശരിക്കും ഒന്ന് ചിക്കനിൽ മൊത്തം മസാല ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മൾ സവാളയും അതുപോലെ തന്നെ തക്കാളിയും പിന്നെ അരിപ്പൊടിയും കോൺഫ്ലോർ അങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മൾ അരച്ച് ചേർത്തേക്കണോണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഈ ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ള കാര്യമാണ്. ഇതിപ്പോൾ മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി അതെല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കും. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ആ അരപ്പൊക്കെ ശരിക്കും അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ചിക്കൻ എല്ലാം പാനിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇതിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇത്
ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കണം. ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാനായിട്ട് മറക്കരുത്. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. പക്ഷെ അത് വീഡിയോയിൽ പിടിച്ചപ്പം അത് വന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.